ഞാൻ വീണ്ടും വന്നു. ഗൈസ്, ചായ കുടിക്കാൻ പോയപ്പോഴാണ് വിചാരിച്ചത് ചായ കൂടെ കുടിക്കാൻ. അവൽ നനച്ചത് റെഡി. 20 മിനിറ്റ് മുന്നേ ഉണ്ടാക്കി വെക്കും. എങ്ങനെയുണ്ട്? ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ വൈകിട്ട് ചായ കുടിക്കാനൊക്കെ ഉള്ള സമയമായി. ഞാൻ കുളിച്ചൊക്കെ വന്ന് ചായയൊക്കെ ഇടാൻ പോയപ്പം ചായ കൂടെ കഴിക്കാനൊന്നുമില്ല. അപ്പം എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന അവൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. അത് ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ അവൽ നനച്ചത് ട്രൈ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. അപ്പം അതിനു വേണ്ടി ഞാനിവിടെ അവൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് തേങ്ങ, പിന്നെ ശർക്കര, ഇതാണ് താരം. അപ്പോൾ നമുക്ക് ശർക്കര കുറച്ച് ചെത്തിയെടുക്കണം. അത് നമുക്ക് ചെയ്യാം. തൊട്ട് ചെത്തിയിടാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ നീനൂട്ടി ഇത് കഴിക്കൂല, പിന്നെ ഞാനും കേൾപ്പിക്കും. അത് ചായ കുടിക്കുമ്പോൾ ഇച്ചിരി കഴിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, കുറേ സംസാരിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ തേങ്ങേനെ ഇതിലോട്ടെടുത്തിട്ടു. തേങ്ങ ഞാൻ യൂസ് ചെയ്തതായാലും ഗ്രേറ്റഡ് മാത്രമല്ല, കുറച്ച് ഗ്രേറ്റഡും പിന്നെ കുറച്ച് ഡെസിക്കേറ്റഡുമാണ് എടുത്തത്. എന്നിട്ട് ഞാൻ ശർക്കരയും തേങ്ങയായിട്ട് കുറച്ച് നേരമായിട്ടിട്ട് കുഴച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഓണല്ല എന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ വെച്ചാൽ, ഈ ചിലവർ ഇത് നനയ്ക്കുമ്പോൾ, അവൽ വെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർക്കും എന്ന് പറയും. എൻ്റെ അമ്മയും പറഞ്ഞായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യം ആക്ച്വലി ഇല്ല. അതായത് നമ്മൾ ഈ തേങ്ങയും ശർക്കരയും കൂടെ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എനിവേ വെള്ളമൊക്കെ വരും. എൻ്റെ കൈ ഉണ്ടോ, നല്ല ഈ ശർക്കരേൻ്റെയും തേങ്ങയുടെയും ഒക്കെ വെള്ളം നല്ല ഇതായിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഇങ്ങനെ കുഴച്ച് നമുക്കിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടും. കണ്ടോ, അത്ര നല്ലപോലെ കുഴച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലോട്ട് അവൽ കുറച്ചായിട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് എനിക്ക് തോന്നുന്നു ഈ ബൗള് ഭയങ്കര ചെറുതല്ലേ. ഞാനൊരു കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് വരാം. അതിലിട്ട് നമുക്കൊന്ന് കുഴയ്ക്കാം. നമുക്കിത് ഇതിലിട്ട് അവൽ കുഴയ്ക്കാം. ഇത് കുറച്ച് വലിയതായിപ്പോയി, പക്ഷേ കുഴപ്പമില്ല. നമുക്കിനി ഇതിലോട്ട് കുറച്ച് അവലിട്ട് ചെയ്യാം. മൊത്തമായിട്ട് ഇടാൻ നിൽക്കേണ്ട, വയ്ക്കാനുള്ളതായിരിക്കും. ഇതിൽ തന്നെ നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് അവൽ കുതിരാനായിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ തന്നെ ഇതുപോലെ കുറച്ചായിട്ട് ഇട്ടങ്ങ് ചെയ്താൽ മതി. എനിക്ക് അളവ് അങ്ങനെയൊന്നും അറിഞ്ഞില്ല. ഞാനൊരു അളവങ്ങ് എടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ. ഇച്ചിരി തേങ്ങ, ഇച്ചിരി ശർക്കര, അങ്ങനെ ഒരു നമ്മളിത് കുഴച്ച് കഴിയുമ്പോൾ ഭയങ്കര മധുരം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അവലിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിന് ശർക്കര ഓൾറെഡി ഉള്ളതുകൊണ്ട് എന്തായാലും മധുരം വേണം. അങ്ങനെ മധുരം കുറയും എന്നുള്ളൊരു പേരില്ല. എന്നാലും കൂടുകയാണെങ്കിലേ ഉള്ളൂ. നമുക്ക് ഒരുവിധം അറിയാൻ പറ്റുമല്ലോ. കൈയൊക്കെ കഴിക്കുന്നു. നല്ലപോലെ എന്തായാലും മിക്സ് ചെയ്യുക. ഒരുവിധം ഞാൻ നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 20 മിനിറ്റ് വച്ചതിന് ശേഷം കഴിക്കുക. ഞാൻ കുറച്ചുകൂടെ അവലിട്ടാലോ എന്ന് ആലോചിക്കുക. കുറച്ചൊരു വെള്ളം നിൽക്കുന്നുണ്ട്. ഇതിന് കുറച്ച് മധുരം കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ശർക്കരയും തേങ്ങയും ചെയ്തതിൽ തന്നെ കുറച്ചുകൂടെ അവലെടുത്തിട്ട് അതെല്ലാം ഇങ്ങനെ വടിച്ചെടുത്ത് ഇതിലോട്ടിടുന്നു. എന്നിട്ട് ഒന്നുകൂടെ ഞാൻ എൻ്റെ മിക്സിങ് കണ്ടിന്യൂ ചെയ്യും.
ഇത് ഒരുവിധം നല്ല പോലെ ഒഴിച്ചിട്ടുണ്ട്. അവലിൻ്റെ കൂടെ ശർക്കരയും തേങ്ങയും ഒക്കെ അങ്ങ് മിക്സ് ആയിട്ടുണ്ട്. തേങ്ങയൊന്നും കാണാൻ പോലും പറ്റുന്നില്ല കണ്ടോ. ഇനി ഇതൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴിച്ചാൽ അവലൊക്കെ കുതിർന്ന് നല്ല സെറ്റായിട്ട് നമുക്ക് ചായയുടെ കൂടെ അങ്ങോട്ട് വറ്റി കുടിക്കാം. അപ്പോൾ അവൽ നനച്ചത് റെഡി. ഈ അവലിൻ്റെ തന്നെ പല വേർഷൻ ഓഫ് അവൽ നനച്ചതുണ്ട്. ഇതുപോലെ ചെയ്തതിന് ശേഷം നെയ്യും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചൂടാക്കി ഇതിലോട്ട് ഒഴിക്കും. അങ്ങനത്തെ പല വേർഷനുണ്ട്. ഇത് നമ്മുടെ പാവപ്പെട്ട സാധാരണ അവൽ നനച്ചതാണ്. വളരെ ഈസിയാണ്, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യും. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചായ കുടിക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ നിങ്ങളിത് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ചായ സെറ്റാകുമ്പോൾ അവലൊക്കെ നനഞ്ഞ് കുതിർന്ന് നല്ല സൂപ്പറായിട്ടിരിക്കും. നമ്മൾ നേരത്തെ ശർക്കരയും തേങ്ങയും കുഴച്ച ആ ബൗള് തന്നെയാണിത്. അതിലത്തേക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് അതിലിട്ട് കുഴയ്ക്കാൻ പാടായതുകൊണ്ട് ഒരു വലിയ പാത്രം എടുത്ത് കുഴച്ചത്. എന്നിട്ട് ഞാൻ വീണ്ടും ബൗളിലാക്കി സെറ്റ് ചെയ്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇനി ഇതൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ ചായ ഇടുന്നു. എന്നിട്ട് ചായയുടെ കൂടെ നമ്മളിത് സാപ്പിടുന്നു. അവൽ നനച്ചത് ട്രൈ ചെയ്യൂ. കഴിച്ചേ, എങ്ങനെയുണ്ടെന്ന് പറ. എങ്ങനെയുണ്ട്? വെറുതെ പറയുന്നതാണ് ഗൈസ്. കണ്ട കുറ്റം പറഞ്ഞിട്ടത് തീരാനായി. ഫുൾ കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ spirals to the floor after a challenge from Rieder. Now room for Switzerland with Remo Freuler.